ഹലോ മക്കളെ, ഒട്ടുമിക്ക പ്ലസ് ടുവിൽ പഠിക്കുന്ന മക്കൾക്കും അറിയാത്ത ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്നത്തെ ഈ ഒരു കോണ്ടന്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. മക്കൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കൃത്യമായി കാണണം. കാരണം ഒരുപാട് മക്കൾ റിഗ്രറ്റ് ചെയ്യുന്ന ഒരു ഭാഗമാണ് ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. മക്കളെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ പബ്ലിക് എക്സാമിന് നിങ്ങൾക്ക് പ്ലസ് വണ്ണിൽ നിങ്ങൾക്ക് ടോട്ടൽ ഉണ്ടായിരുന്ന മാർക്ക് എന്ന് പറയുന്നത് 80 മാർക്കാണ് അല്ലെ. ഇതിൽ 20 മാർക്ക് നിങ്ങൾക്ക് CE മാർക്കും അതുപോലെ 60 മാർക്ക് നിങ്ങൾക്ക് എന്തിനാ വരുന്നത്, നിങ്ങളുടെ ഈ ഒരു TE മാർക്കാണ്. നിങ്ങൾ ടെസ്റ്റ് എഴുതിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കാണ്. സോ ഒരു കുട്ടി ഈ ഒരു പരീക്ഷയിൽ കുട്ടിക്ക് CE മാർക്ക് 20 മാർക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടിക്ക് പരീക്ഷ എഴുതിയിട്ട് കിട്ടിയിട്ടുള്ളത് 17 മാർക്കാണ്. ഓക്കെ ആണല്ലോ, കുഴപ്പമില്ലല്ലോ. ദെൻ സെക്കൻഡ് ഇയറിലേക്ക് വരുന്ന സമയത്ത് കുട്ടിക്ക് CE മാർക്ക് 20 മാർക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ പ്രാക്ടിക്കൽ നമുക്കറിയാം 40 മാർക്കിന് നമുക്ക് പല സബ്ജക്റ്റുകൾക്കും എന്തുണ്ട്, മെജോറിറ്റി എല്ലാ സബ്ജക്റ്റുകൾക്കും നമുക്ക് 40 മാർക്ക് പ്രാക്ടിക്കലിന് വരുന്നുണ്ട്. അതേപോലെ 17 മാർക്കാണ് കുട്ടിക്ക് ഇവിടെ എക്സാം എഴുതിയിട്ട് കിട്ടിയതെങ്കിൽ പ്ലസ് വണ്ണും പ്ലസ് ടും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടോട്ടൽ കിട്ടുന്നത് എത്രയാണ്? 114 മാർക്കാണ്. 114 മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ മാർക്കാണല്ലോ. സോ CE മാർക്കൊക്കെ ഫുൾ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത്രയും മാർക്ക് കുട്ടി നേടിയിട്ടുണ്ട്. എന്നാലും ഈ കുട്ടി പ്ലസ് ടുവിൽ എന്താവുന്നുണ്ട്, തോറ്റു പോകുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾക്ക് ഒരു സബ്ജക്റ്റിന് നമ്മൾ ടോട്ടൽ പ്ലസ് വണ്ണിൽ നിന്നും പ്ലസ് ടുവിൽ നിന്നും ടോട്ടൽ നമ്മൾ വാങ്ങിക്കേണ്ടത് 36 മാർക്കാണ്. മിനിമം നമ്മൾ എത്ര വാങ്ങിക്കണം? 36 മാർക്ക് വാങ്ങിക്കണം. ഇവിടെ നോക്ക്, 17 നമുക്ക് എത്രയാ കിട്ടിയിട്ടുള്ളത്? 34 മാർക്കാണ്. 34 മാർക്ക് ഫെയിൽ ആണ്. 34 മാർക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ CE മാർക്ക് കിട്ടിയിട്ടും ലാബിൽ ഫുള്ള് കിട്ടിയിട്ടും നിങ്ങൾക്ക് ഇവിടെ 18 മാർക്ക് പ്ലസ് വണ്ണിലും അതുപോലെ പ്ലസ് ടുവിലും നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ എന്താണ്, ഈ 36 നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാതെ പോവാണ്. സോ 36 മാർക്ക് നിങ്ങൾ ടോട്ടൽ വാങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എന്തിലേക്കാണ് പോകുന്നത്? നിങ്ങൾ തോൽവിയിലേക്കാണ് പോകുന്നത്. സാർ നിങ്ങൾക്ക് പറയാലോ, സാർ എനിക്ക് ഇവിടെ എന്തുണ്ട്, CE മാർക്ക് ഫുൾ ആയിട്ട് വരുന്നുണ്ട്, അതേപോലെ തന്നെ സാർ എനിക്ക് ലാബിൽ ഫുൾ മാർക്ക് ഉണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ 114 എന്ന് പറയുന്ന സമയത്ത് പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 57% വരുന്നുണ്ട്. 57% എന്താണ് ഈ കുട്ടിയുടെ മാർക്കാണ്. 57% കിട്ടിയ കുട്ടിയും എന്താണ്, തോൽക്കും എന്നുള്ളതാണ്. കാരണം കൃത്യമായി നമ്മൾ എഴുതിയിട്ട് നമുക്ക് എത്ര കിട്ടണം? ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും കൂടെ നമുക്ക് 36 മാർക്ക് കിട്ടണം. അപ്പൊ പല കുട്ടികൾക്കുള്ള സംശയമാണ്, സാർ ഫസ്റ്റ് ഇയറിൽ എനിക്ക് 17 മാർക്കാണ് കിട്ടിയിട്ടുള്ളത്, ഫസ്റ്റ് ഇയറിൽ എനിക്ക് 17 മാർക്ക് കിട്ടിയിട്ടുണ്ട്, സാർ സെക്കൻഡ് ഇയറിൽ എനിക്ക് പാസ് ആവണമെങ്കിൽ എത്ര മാർക്ക് വാങ്ങിക്കണം? സാർ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം, അവിടെ നമ്മൾ എത്ര വാങ്ങിക്കണം? ഇവിടെ നമ്മൾ 19 മാർക്ക് വാങ്ങിച്ചാൽ മതി. 19 മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ കൃത്യമായി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അവിടെ പാസ്സാവാൻ വേണ്ടി പറ്റും. കാരണം എന്താണ്, ഇവിടെ മിസ്സായ ആ ഒരു മാർക്ക് കൂടെ നമ്മൾ ഇവിടെ ചേർത്ത് വാങ്ങിക്കണം. അങ്ങനെയാണെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? 36 മാർക്ക് നമ്മൾക്ക് ഇവിടെ കൃത്യമായിട്ട് ഉറപ്പിക്കാൻ വേണ്ടി പറ്റുള്ളൂ. സോ ഈ ഒരു കാര്യം നിങ്ങൾ ഒരു കാരണവശാലും മറന്നു പോകാൻ വേണ്ടി പാടില്ല. പ്ലസ് വണ്ണിൽ മാർക്ക് കുറഞ്ഞിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് ടുവിൽ പാസ് ആവണം എന്നുണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് സാധാരണ പാസ് ആവണം എന്ന് ആഗ്രഹിക്കുന്ന, മിനിമം അത്രയെങ്കിലും നേടിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളുടെ ഇൻഫോർമേഷന് വേണ്ടിയിട്ടാണ്. സോ ഇത്രയും മാർക്ക് നിങ്ങൾ നിർബന്ധമായിട്ട് നേടിയിരിക്കണം. സോ നിങ്ങൾ ഉറപ്പായിട്ടും, ഞാൻ പറയുന്നു, ഇത് സാധാരണ പാസ്സാവുക എന്നുള്ളതല്ലല്ലോ നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം, നമുക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കുക എന്നുള്ളതാണ്. എന്നാലും നമ്മൾ ഈ ഒരു കാര്യം മിനിമം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് ഏറ്റവും ആവശ്യമുള്ള നമ്മുടെ ഫ്രണ്ട്സിന് എന്ത് ചെയ്ത് കൊടുക്കുക, നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുക, അവരെ കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുക. സോ അടുത്ത അടിപൊളി ഒരു കോണ്ടന്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.